വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന മണ്ഡലമാണ് നേമം. നേമം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയുടെ വിജയ സാധ്യത പ്രായോഗിക വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ 45% മുതൽ 55% വരെ ചാൻസ് ഉണ്ട്. അതായത് സ്ലൈറ്റ് എഡ്ജ്, പക്ഷേ ടൈറ്റ് ഫൈറ്റ്. വിജയ സാധ്യത ഉയർത്തുന്ന ഘടകങ്ങൾ: നിലവിൽ MLA ആയതിനാൽ മണ്ഡലത്തിൽ ഇപ്പോഴുള്ള വിസിബിലിറ്റിയും ലോക്കൽ കണക്ഷനും. കേരള രാഷ്ട്രീയത്തിൽ സിറ്റിംഗ് MLAക്ക് സാധാരണ അഡ്വാൻറ്റേജ് ഉണ്ടാകാറുണ്ട്. പിന്നെ CPMന്റെ കേഡർ ശക്തി. നേമം മണ്ഡലത്തിൽ ശക്തമായ ഗ്രാസ് റൂട്ട് നെറ്റ്വർക്ക് നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPM. ബൂത്ത് ലെവൽ മൊബിലൈസേഷൻ വളരെ എഫക്റ്റീവാണ്. ക്ലോസ് ഫൈറ്റ്, അതായത് ഇത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. ആന്റി BJP കൺസോളിഡേഷൻ സാധ്യത. BJP സ്ട്രോങ് ആകുമ്പോൾ സെക്യുലർ വോട്ട്, അതായത് UDF പ്ലസ് LDF ലീനിങ് വോട്ടേഴ്സ് ഒരേ ദിശയിൽ പോകാനുള്ള സാധ്യത ഉണ്ടാകും. ഇത് LDFന് ഇൻഡയറക്റ്റ് ആയിട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകാം. 2021 ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു, അതായത് ബേസ് വോട്ട് ഓൾറെഡി സ്ട്രോങ് ആണ്. ഇനി റിസ്ക് ഫാക്ടറുകൾ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന ലേബൽ, ഹൈ പ്രൊഫൈൽ BJP കാൻഡിഡേറ്റ്, അർബൻ പ്ലസ് മിഡിൽ ക്ലാസ് വോട്ട് പുള്ള് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇത് LDFന് വലിയൊരു ചലഞ്ചായിരിക്കും. അർബൻ മണ്ഡലം ഡൈനാമിക്സ്. പിന്നീട് നേമം, തിരുവനന്തപുരം നഗര സ്വാധീനമുള്ളതാണ്. അർബൻ വോട്ടേഴ്സ് സ്വിംഗ് ചെയ്യാനുള്ള ടെൻഡൻസി എപ്പോഴും കൂടുതലായാണ് കാണുന്നത്. UDF ശക്തമായി മത്സരിച്ചാൽ LDFന്റെ വോട്ട് സ്പ്ലിറ്റ് ആകാനുള്ള സാധ്യത. UDF വീക്കായാൽ BJPക്ക് ബെനിഫിറ്റ് ഉണ്ടാകും. ചുരുക്കത്തിൽ വി ശിവൻകുട്ടി ജയിക്കാൻ ചെറിയ മുൻതൂക്കം ഉണ്ടെങ്കിലും ഒരു സേഫ് സീറ്റ് ആണെന്ന് പറയാൻ ഇപ്പോൾ ആകില്ല. ഫൈനൽ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് UDFന്റെ വോട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ടോ, BJP എത്ര സ്വിംഗ് വോട്ട് നേടുന്നു, LDF കേഡർ മൊബിലൈസേഷൻ എത്രത്തോളം ശക്തം എന്നിവയെ ആശ്രയിച്ചിരിക്കും. എന്തായാലും വരുന്ന മെയ് 4 കാതോർത്തിരിക്കാം.